ബോസോൺ കണിക അഥവാ ദൈവകണികയെക്കുറിച്ചുള്ള ആശയം. പ്രപഞ്ചത്തെ ബന്ധിപ്പിക്കാൻ കണികകൾ എങ്ങനെ സഹായിച്ചുവെന്ന് കാണിച്ചു തന്ന ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. തിങ്കളാഴ്ച എഡിൻബർഗിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. 94 വയസ്സായിരുന്നു. കണികകൾക്ക് അവയുടെ മാസ് നൽകി പ്രപഞ്ചത്തെ ബന്ധിപ്പിക്കാൻ ബോസോൺ എങ്ങനെ സഹായിച്ചെന്ന് കാണിക്കുന്ന 1964 തന്റെ പ്രവർത്തനത്തിന് 2013 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയിരുന്നു. യുവശാസ്ത്രജ്ഞരുടെ തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒരു മികച്ച അധ്യാപകനും ഉപദേശകനുമായിരുന്നു ഹിഗ്സ്. 2008 ആരംഭിച്ച ഒരു പരീക്ഷണ പരമ്പരയ്ക്ക് ശേഷം 2012 ഹിഗ്സിന് 83 വയസ്സുള്ളപ്പോഴാണ് സ്വിറ്റ്സർലാൻഡിലെ സേണിലെ ലാർജ് ഹാർഡൻ കൊളൈഡറിൽ ജോലി ചെയ്യുന്ന ഭൗതിക ശാസ്ത്രജ്ഞർ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം തെളിയിച്ചത്. പിന്നാലെ നോബൽ സമ്മാനം 1964 ബെൽജിയൻ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായ ഫ്രാങ്കോയിസ് എംഗ്ലേർട്ടുമായി ഹിഗ്സ് പങ്കിട്ടു. പീറ്റർ ഹിഗ്സ് ആരായിരുന്നു? ഹിഗ്സ് ബോസോൺ അഥവാ ദൈവകണം അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ എന്തായിരുന്നു? നോക്കാം. വടക്ക് കിഴക്ക് ഇംഗ്ലണ്ടിലെ ന്യൂ കാസലിൽ 1929 മെയ് 29 ജനിച്ച ഹിഗ്സ് ബ്രിസ്റ്റോളിലെ കൊതാം ഗ്രാമർ സ്കൂളിൽ പഠനം പൂർത്തിയാക്കി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിസ്റ്റോളിൽ BBC-യുടെ എഞ്ചിനീയർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ്. ബ്രിസ്റ്റോളിലെ സ്കൂളിൽ തന്റെ ശാസ്ത്ര പ്രവർത്തനത്തിന് സമ്മാനങ്ങൾ നേടിയ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ഹിഗ്സ്. പിന്നീട് ലണ്ടനിലെ കിങ്സ് കോളേജിൽ ഫിസിക്സ് വിദ്യാർത്ഥിയായി ചേർന്നു. ശേഷം തന്മാത്രകളുടെ സിദ്ധാന്തത്തിൽ PhD-യും ചെയ്തു. ഹിഗ്സ് ബോസോൺ അഥവാ ഗോഡ് കണിക അല്ലെങ്കിൽ ഗോഡ് പാർട്ടികൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം സൃഷ്ടിച്ച ബിഗ് ബാങ്ങിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. മറ്റ് കണങ്ങളുടെ മാസ് സൃഷ്ടിക്കുന്നതിൽ ഹിഗ്സ് ബോസോണിന് പങ്കുണ്ട് എന്നതിനാലും ഡാർക്ക് മാറ്റർ പ്രാഥമികമായി ഹിഗ്സ് ബോസോണിന്റെ മാസിലൂടെ കണ്ടെത്താനാകുമെന്നതിനാലും ഹിഗ്സ് ബോസോണിന് ഡാർക്ക് മാറ്റർ അടയാളങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു സവിശേഷ പോർട്ടലാകാൻ കഴിയുമെന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു. ഹിഗ്സിന്റെ വിയോഗത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു.